മഞ്ചേരി മെഡിക്കൽ കോളേജിനെ ഞെക്കിക്കൊല്ലുന്നുവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി.പി. അഷ്റഫ് അലി പ്രസ്താവിച്ചു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ അവകാശ സംരക്ഷണ യാത്രയുടെ മഞ്ചേരിയിലെ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ ഭരണത്തിനിടയിൽ നയാ പൈസ മെഡിക്കൽ കോളേജിന് വകയിരുത്താൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറായില്ലെന്നും ടി.പി. അഷ്റഫ് അലി പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കും. സാധാരണക്കാരെ അവഗണിച്ച് കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും വേണ്ടി നടത്തുന്ന ഭരണം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് കൊള്ള അവസാനിപ്പിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SCU അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത്. സർക്കാർ ജീവനക്കാരോടുള്ള ഇടതു സർക്കാരിന്റെ അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ജനറൽ സെക്രട്ടറി ആമീർ കോഡൂർ വൈസ് ക്യാപ്റ്റനും റാഫി പോത്തൻകോട് ഡയറക്ടറും MA മുഹമ്മദ് അലി കോർഡിനേറ്ററുമാണ്. യാത്ര ഫെബ്രുവരി 11 തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്രയിൽ SCU സംസ്ഥാന ഭാരവാഹികളും നേതാക്കളും സ്ഥിരാംഗങ്ങളാണ്. SCU ട്രഷറർ C. അബ്ദുൾ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ നമ്പൂതിരി, യൂത്ത് ലീഗ് മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സജറുദ്ദീൻ മൊയ്തു, അർബൻ ബാങ്ക് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കീർ വല്ലാഞ്ചിറ, KSTU സബ് ജില്ലാ പ്രസിഡന്റ് മുഹസിൻ മാസ്റ്റർ, സെക്രട്ടറി ഇർഷാദ്, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ താലൂക്ക് സെക്രട്ടറി EC അബൂബക്കർ സിദ്ദീഖ് എന്നിവർ ഹാരാർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.